നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ. ഞാൻ ഡോക്ടർ അപർണ, ക്ലിനിക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ്, സംയമ റീഹാബിലിറ്റേഷൻ സെന്റർ. നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടാവും. ആൾക്കാർക്ക് ചിലർക്ക് ബാക്കിന് മാത്രമായിട്ടുണ്ടാവും, കാലുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലും ഒക്കെ ആൾക്കാർ പറയും. നമ്മുടെ തന്നെ അമ്മമാർ ഏറ്റവും കൂടുതൽ കിച്ചണിലൊക്കെ ജോലി ചെയ്ത് അവർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു ഇഷ്യൂ ആണ്. രാവിലെ തൊട്ട് നിന്ന് വൈകിട്ട് വരെ പണിയെടുത്ത് കാലിലേക്കൊക്കെ ഭയങ്കര വേദനയാണ്, അല്ലെങ്കിൽ നടുവിനൊക്കെ ഭയങ്കര വേദനയാണെന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ പലരും അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കില്ല. ഓക്കെ, പല തരത്തിൽ ഇത് വരാം. ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഡിസ്ക് ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ ജസ്റ്റ് ഒരു മസിൽ സ്ട്രെയിൻ ആവാം, അങ്ങനെ ഏതും ആവാം. നമുക്കത് ഡയഗ്നോസ് ചെയ്യാനും നമുക്കത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സ്പെഷ്യൽ ടെസ്റ്റുകളും ഒക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നന്നായിട്ട് കൊടുക്കണം. ഒരു ഏരിയയിൽ മാത്രം അവർക്ക് പെയിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ സെറ്റ് ചെയ്യും. ഇവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. ഡീകംപ്രഷൻ ട്രാക്ഷൻ, ലേസർ തെറാപ്പി, കോംബോ തെറാപ്പി, അങ്ങനെ എല്ലാ മെഷീൻസ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഓരോ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ സെറ്റ് ചെയ്യും. ഇതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സസൈസ് എന്നുള്ളത്. നമുക്ക് നോർമലി നമ്മൾ മെഡിസിൻസ് കഴിക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. കാരണം എല്ലാത്തിനും ഇതിന് കൃത്യമായ ഡോസും കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് നോക്കി നമ്മൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പേഷ്യന്റിന് എഫക്ട് ചെയ്യും. സോ നമ്മൾ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിന്റെ കൂടെ എക്സസൈസിലൂടെ പേഷ്യൻസിന് പഠിപ്പിച്ചു കൊടുക്കും. അവർ കൃത്യമായിട്ട് ഞങ്ങളെ ഇതിൽ തന്നെ നന്നായിട്ട് ചെയ്യും വേണം. പ്ലസ് അവർ ഇവിടുന്ന് പോയ ശേഷം, നമ്മൾ ട്രീറ്റ്മെന്റ് ടൈം കഴിഞ്ഞ ശേഷം അവർ വീടുകളിൽ പോയ ശേഷം ഈ എക്സസൈസ് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ.